ഫുട്ബോളിൽ ചില ഗോളുകളെ വെറും ഗോളുകളായി മാത്രം വിശേഷിപ്പിക്കാൻ കഴിയില്ല. അവ ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ്. സമ്മർദ്ദം അതിന്റെ പരമാവധിയിലെത്തിയ നിമിഷത്തിൽ ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പ് കൂട്ടിയ ഒരു ഷോട്ട്, ഹാരി കെയ്ൻ നേടിയ ആ വണ്ടർ ഗോൾ, അതാണ് ലോകകപ്പിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഫിഫ ലോകകപ്പ് റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ കോങ്കോയ്ക്കെതിരെ ഇംഗ്ലണ്ട് 2-1 നാടകീയ ജയം സ്വന്തമാക്കിയിരുന്നു. ഇംഗ്ലണ്ടിന്റെ വിജയശില്പി മറ്റാരുമല്ല, നായകൻ ഹാരി കെയ്ൻ തന്നെ. ടീമിന്റെ 2 ഗോളുകളും കെയ്ൻ നേടിയപ്പോൾ രണ്ടാം ഗോൾ ലോകകപ്പിൽ തന്നെ മികച്ച ഗോളുകൾ ഒന്നായാണ് ആരാധകർ വിശേഷിപ്പിക്കുന്നത്. മത്സരത്തിന്റെ 75-ാം മിനിറ്റ് വരെ ഇംഗ്ലണ്ട് ഒരു ഗോളിന് പിന്നിലായിരുന്നു. ടൂർണമെന്റിൽ നിന്ന് അവർ പുറത്താകുമോ എന്ന ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് കെയ്ൻ രക്ഷകനായി അവതരിച്ചത്. 86-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ആന്റണി ഗോർഡന്റെ പാസ് ബോക്സിന് സമീപത്ത് കെയ്ൻ സ്വീകരിച്ചു. പോസ്റ്റിന് പുറം തിരിഞ്ഞു നിന്നിരുന്ന അദ്ദേഹം നിമിഷ നേരം കൊണ്ട് ഡിഫൻഡറെ വെട്ടിച്ചു മാറ്റി. പിന്നാലെ 3 പ്രതിരോധ താരങ്ങൾക്കിടയിൽ നിന്ന് ചെറിയൊരു ഇടം കണ്ടെത്തി. അത്യന്തം പ്രയാസകരമായിരുന്ന ആംഗിളിൽ നിന്ന് വലതുകാൽ ഉപയോഗിച്ച് ഒരു മിന്നൽ ഷോട്ട് തൊടുത്തുവിട്ടു. ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, ഷോട്ട് എടുക്കുമ്പോൾ കെയ്ൻ ഗോൾ പോസ്റ്റിലേക്ക് നോക്കിയത് പോലുമില്ല. പന്ത് തന്റെ നിയന്ത്രണത്തിലാക്കി കൃത്യമായൊരു ആംഗിൾ കണ്ടെത്തിയ ശേഷം തൊടുത്ത ആ ഒരു ഷോട്ട് കോങ്കോ ഗോൾ കീപ്പർ ലയണൽ എംബാസിക്ക് ഒരവസരം പോലും നൽകാതെ ടോപ്പ് റൈറ്റ് കോർണറിലേക്ക് എത്തുകയായിരുന്നു. അതുവരെ ഇംഗ്ലണ്ടിന്റെ ഉറച്ച ഗോളുകളെല്ലാം തടഞ്ഞ് ഹീറോ ആയിരുന്ന എംബാസി ആ ഷോട്ടിന് മുന്നിൽ നിസ്സഹായനായി നിന്നുപോയി. ഈ വിജയത്തോടെ ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറുകയും ചെയ്തു. എന്നാൽ ഈ ടൂർണമെന്റിൽ മികച്ച പോരാട്ടം നടത്തിയ കോങ്കോ തലയുയർത്തി തന്നെയാണ് ലോകകപ്പിൽ നിന്ന് വിട പറഞ്ഞത് എന്നും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്.